ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല. ലേറ്റായിട്ട് എണീച്ചതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ നേരെ ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു. അപ്പം ലഞ്ച് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഇല്ല. അപ്പം ലഞ്ച് പുറത്തുനിന്ന് വാങ്ങണം. അപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു മടി പിടിച്ച ദിവസമാണ് കേട്ടോ ഒന്ന്. ആർക്കൊക്കെ ചായ വേണം? എസക്ക് കോഫിയാ? എനിക്ക് വേണ്ട പറഞ്ഞിട്ടല്ലേ ചോദിക്കുന്നു. കോഫി ഉണ്ടാക്കുമ്പോഴേ പാല് ഞാൻ ഈ അടുത്ത് കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ് കേട്ടോ. പാല് എന്താ പറയുക, ചായ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ തിളച്ച് കൊണ്ടുപോലേ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇതേപോലെ ഇങ്ങനെ ഈ ഒരു പത വരുമ്പോഴേ ഓഫാക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു സംഭവം ട്രൈ ചെയ്യണത്. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടതിന് കോഫീൻ്റെ ഒരു ടെക്നിക്ക്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏകദേശം പത വന്നിക്കണം. ഓക്കെ, ഇത് പതിച്ച് പൊന്നുമ്പോൾ ഒരു വലിയ സുഖം ഉണ്ടാവില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. സോറി ഗൈസ്, കോഫി പൗഡർ ഇടാൻ മറന്നു. കുഴപ്പമില്ല. ഞാനും ഇങ്ങനെ വിചാരിച്ചു, എന്തോ ഒരു കാര്യം മിസ്സിങ് ആണല്ലോ. സംഭവം അതാണ്, കോഫി പൗഡർ ഇടാൻ മറന്നുപോയി. ഈ കോഫി പൗഡർ എന്താ പറയുക, പാല് തിളപ്പിക്കുമ്പോൾ അതിലൊരു ഏലക്കായ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ആദ്യം ഒന്നും ഇടലില്ല, എനിക്കറിയില്ലേനു ആദ്യം. പിന്നെ എൻ്റെ കസിനാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇതിലേക്ക് ഏലക്കായ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അപ്പം ശരിയാ സംഭവം. ഇതൊക്കെ മതിയാവും. എനിക്ക് കുറച്ചും പാടി സ്ട്രോങ് ആവണം. കുറച്ചുകൂടി ഇട്ട് വെക്കാം. ഇത് ഡേവിഡ് ഓഫ് ആദ്യമായിട്ടാട്ടോ ട്രൈ ചെയ്യുന്നത്. ഡേവിഡ് ഓഫേ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ആക്കുന്നത്. ഇപ്പോൾ കുറച്ച് അധികം ഇടണം, എന്നാലേ ആ ഒരു കളർ വരുള്ളൂ. ഫ്ലേവർ ഉണ്ടാവും, കളർ വരണമെങ്കിൽ കുറച്ച് അധികം ഇടാം. അപ്പോൾ കോഫി റെഡിയായി. ഇനിയിപ്പോൾ ഏലക്കായൊക്കെ മാറ്റട്ടെ. ഏലക്കായ ശരിക്കും കുത്തിയിട്ടിട്ടാലാട്ടോ അത് ഒന്നുകൂടി ഫ്ലേവർ വരാം. അപ്പം എനിക്ക് വേണ്ടിയായിട്ട് കുത്താനൊന്നുമില്ല. ഓക്കെ, കോഫി റെഡി ഗൈസ്.
അങ്ങനെ ചെറുതായിട്ടുള്ള രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടോ. കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ഓരോരോ കാൽ ചായ ഒഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ കേക്ക് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. ഇനിയിപ്പോൾ അത് ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. ആകെ മൊത്തം മെസ്സായിട്ടുണ്ട്. ഒരാൾ ആ റൂമിൽ നിന്ന് എണീറ്റ് വന്നിട്ട് പപ്പ ഇവിടെ കിടന്നപ്പോൾ പപ്പൻ്റെ കൂടെ വന്നിട്ട് ഈ റൂമിൽ കിടന്നുറങ്ങിക്കണം. ഞാനത് അപ്പുറത്ത് റൂമിൽ നിന്ന് എണീറ്റ് വന്ന് പപ്പ പിന്നെ ഇവിടെ വന്ന് കിടന്നപ്പോൾ പപ്പൻ്റെ കൂടെ കിടന്നിട്ട് അങ്ങനെ വീണ്ടും ഉറങ്ങിട്ടോ. ഇനിയിപ്പോൾ ഇന്നവർക്ക് മദ്രസ ഉണ്ട്, അപ്പം അതിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഓൺലൈൻ മദ്രസ ഉണ്ട്. അപ്പോൾ ഞാൻ ലാപ്ടോപ്പൊക്കെ ഒന്ന് ഓണാക്കി വെക്കുകയാണ്. ഇതിപ്പോൾ ഓണാക്കിയാൽ അപ്പോഴേക്കും റെഡി ആവുള്ളൂ. ബാറ്ററി പോയിക്കിടും. ഓക്കെ, ഇനി ഇത് ഓണായി വരണം. റൂമൊക്കെ ഫുൾ ക്ലീൻ ചെയ്തിട്ടു. ഈ ബെഡ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം. ഫാൻ ഓഫ് ആക്കി പോരിട്ടോ. അങ്ങനെ ഇന്ന് ലഞ്ച് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. കാരണം ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ നമ്മൾ ബിരിയാണിയോ നെയ്ച്ചോറോ എന്തായാലും വീട്ടിൽ തന്നെ മിക്ക പ്രാവശ്യം ഉണ്ടാക്കലുണ്ട്. എപ്പോഴെങ്കിലേ പുറത്തു പോയിട്ട് കഴിക്കലുള്ളൂ. പക്ഷെ ഇന്നിപ്പം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം തക്കാളിയില്ല ഉണ്ടാക്കാൻ. ഇന്ന് ഫ്രൈഡേ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതാണ്. അപ്പോൾ പോയി വരുമ്പം തക്കാളി വാങ്ങി വരാമെന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷെ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയിട്ടോ. ഈ ഒരു റൈസും ചിക്കനും ഇതിന് വാങ്ങിയത്. എനിക്ക് ഈ റൈസ് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്ക് കുറച്ചുകൂടി മസാലക്കുള്ള റൈസാണ് ഇഷ്ടം. ഇവിടെ പിന്നെ ഇസാൻക്കും എസക്കും ഒക്കെ ഈ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഈ റൈസ് വാങ്ങിയത്. പിന്നെ അതിൻ്റെ കൂടെ ഇതേപോലൊരു സോസ് കിട്ടുട്ടോ. ഇവിടെ പിന്നെ ഇങ്ങനത്തെ റൈസിൻ്റെ കൂടെ നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ മയണൈസൊന്നും കിട്ടില്ല. ഇങ്ങനെ ഒരു സോസ് കിട്ടും. ഈ തക്കാളി ചട്നിയൊക്കെ അല്ലേ അതേപോലത്തത്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന മെയിൻ ഐറ്റമാണ് കേട്ടോ പച്ചമുളകും പിന്നെ ഉള്ളിയും. ഈ ഉള്ളിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പച്ചമുളകും കിട്ടാറുണ്ട്, പക്ഷെ ഇന്നെന്തോ പച്ചമുളക് ഇല്ലേനു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അസീസാന് മദ്രസയിൽ കയറി കേട്ടോ. സമാന് ഒരു കയറിയ തക്കത്തിന് ഓനിക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണൊക്കെ കണ്ടിരിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് തിന്നണേനല്ല, അത് ഡേറ്റ് കഴിഞ്ഞിക്കണ്. അത് ഒഴിവാക്കാൻ വെച്ചതാ. അത് ഇന്നലെയും കൂടെ ഉള്ളതിന് അതിൻ്റെ ഡേറ്റ് അത് കഴിഞ്ഞിക്കണ്. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. വേറെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കട്ടോ. അത് വേണ്ട കേട്ടോ സെമൻ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലേനു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വരെ കിടന്നു. ഫോണിലും കളിച്ചിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഫോണിലും കളിച്ചിട്ട് അങ്ങനെ കിടന്ന് പിന്നെ നാട്ടിലേക്കൊക്കെ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ ഇരുന്നു കേട്ടോ. ശരിക്കും ഇങ്ങനെ അല്ലിട്ടുണ്ട് എല്ലാ ഡേയ്സും ഉണ്ടാവൽ. കാരണം കുറേ പണി ഉണ്ടാവും. ലഞ്ച് ഉണ്ടാക്കേണ്ടി വരും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും, മക്കളെ പഠിപ്പിക്കാനുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു പണിയും ലഞ്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലേനു. പിന്നെ ആണെങ്കിൽ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് പിന്നെ മക്കളെ പഠിപ്പിക്കാനും ഒന്നും ഇരുന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ. അല്ലാതുണ്ടെങ്കിൽ എനിക്ക് കുറേ പണികളുണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് ആൾക്കാർ പറയണത് കേട്ടിട്ടുണ്ട്, ഇവിടെ വന്നാൽ പിന്നെ പ്രത്യേകിച്ച് ഒരു പണിയിൽ ഫുൾ ടൈം കിടന്ന് ഉറങ്ങലും ഫുഡ് കഴിക്കലും ഒക്കെ തന്നെയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നാട്ടിൽ നിങ്ങൾ ചെയ്യണ എല്ലാ പണിയും നമുക്ക് ഇവിടെയും ചെയ്യാനുണ്ടാവും. ആകെ എനിക്ക് തോന്നുന്നു മുറ്റടിച്ചാരാൻ അങ്ങനെയൊക്കെ ഉണ്ടാവാത്തതുള്ളൂ. ബാക്കി എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, മക്കളെ നോക്കണം, ഡ്രസ്സ് വാഷ് ചെയ്യണം, അത് ആറിയിടണം, അങ്ങനത്തെ എല്ലാ പണികളും നമുക്കും ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് തീരെ വെയ്യേനു, നല്ല വയറുവേദനയും ഒക്കെ ആയിട്ട് തീരെ വെയ്യേനു. പിന്നെ അതുപോലെ ഇന്ന് പ്രത്യേകിച്ച് എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫുഡ് ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങനെ ആയത്. ഇന്ന് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഗ്രോസറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ തക്കാളി ഒന്നുമില്ല, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്നതിന് മുന്നേ രാത്രിക്കത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന്. നമ്മൾ ഉച്ചയ്ക്ക് 2 റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു റൈസ് അതേപോലെ ഇരിക്കുന്നുണ്ട്. ചിക്കനൊക്കെ കാലിയായി, റൈസ് അതേപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റും ആ സെയിം റൈസ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ചിക്കന് പൊരിക്കുന്നതിന് പകരം ഞാനിങ്ങനെ പേസ്റ്റഡ് ചിക്കൻ
പേസ്റ്റഡ് ചിക്കൻ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഉപ്പും മുളക് പൊടിയും മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം മസാല ഒഴിച്ചിട്ട് അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കാം. തൽക്കാലം ഇപ്പോൾ ഇത് എടുത്ത് കഴിക്കാം. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ സ്ട്രിപ്സ് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടോ. കാരണം അത്യാവശ്യം നല്ലപോലെ വിശക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെന്ന് കണ്ടോ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതാക്കിയിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഈ ചിക്കൻ വന്നിട്ട് കുക്കാവും. എന്നിട്ട് പിന്നെ ചിക്കൻ കുക്കായതിന് ശേഷം ഇതിലേക്ക് ബാക്കി കുറച്ച് കെച്ചപ്പ് ഇടണം, കെച്ചപ്പ് ഒഴിക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 പച്ചമുളകും കൂടി കീറിയിടണം. അപ്പം ഏകദേശം സാധനം സെറ്റാം. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇത് അവിടെ കിടന്നാവട്ടെ. ഈ ചിക്കനിൽ വരുന്ന വെള്ളത്തിൽ തന്നെ ഈ ചിക്കൻ കുക്കാവും കേട്ടോ. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും പിന്നെ എന്താ പറയുക പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കെച്ചപ്പും കൂടി ഇട്ടാൽ സംഭവം റെഡിയാവും. സംഭവം ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ടോ. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേഗം ഇത് പോയിട്ട് കഴിക്കട്ടെ. കഴിച്ചിട്ട് മാറ്റിയിട്ട് വേഗം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. ഇതല്ല ഗരം മസാല വേണ്ടി. ഗരം മസാല ഇൻസ്റ്റൻ്റ് അതോ വിജയിൻ്റെ ഉണ്ടാവും. എടുക്കല്ലേ, വിജയിൻ്റെ എടുക്കാം. ഗരാണത്, ഗ്രാമല്ല. സാധാ ഉള്ളില് ആ ബോക്സ് അല്ലേ, ബോക്സ് അല്ലല്ലേ, ബോക്സിൽ വിഷം ഇട്ടതാ. ഏതാ വിജയ്, എന്താ ഫൽക്കോൺ. അങ്ങനെ ഈ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സാധനമൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും നല്ല പോലെ ഉറക്കം വരുന്നുണ്ടേനു. ഇപ്പം ടൈം ഏകദേശം 1 മണി ഒക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് പിന്നെ ഫുഡ് ചൂടാക്കി ഫുഡ് കഴിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്